ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാത്സിൻ്റെ ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്കാണ്. അതേപോലെ നമ്മുടെ മോക്ക് ടെസ്റ്റ് കാണുന്നവർ ജസ്റ്റ് ഫസ്റ്റ് പിൻ ചെയ്തിരിക്കുന്ന കമൻറ്റ് എപ്പോഴും ഒന്ന് നോക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ ഈ തെറ്റായിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും ഡൗട്ട് പറഞ്ഞതും ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു എല്ലാം കൂടി ഒരു 10-20 വീഡിയോസും 10-20 മോക്ക് ടെസ്റ്റോളം ആകുമ്പോഴേക്കും നമുക്കതെല്ലാം കൂടി ഒരുമിച്ച് ഞാനൊരു വീഡിയോ ആക്കി ചെയ്തു തരാം. കാര്യം എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങളുടെ ഒരിക്കലും ഒരു മാർക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്കൊരൊറ്റ വീഡിയോ ആക്കി ചെയ്തു തരാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ടാങ്ക് തന്നിട്ടുണ്ട്. ടാങ്കിൻ്റെ 3/5 ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? 750 ലിറ്റർ വെള്ളമെന്ന് പറയുന്നത്. ഇനി എത്ര കൂടി ഒഴിച്ചാൽ ഈ ടാങ്ക് നിറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? ഇത് 3/5 ആണെങ്കിൽ ഒരു ടാങ്ക് ഫുള്ളെന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്? 1 ആക്കി എടുക്കുന്നത് 5/5 ആയിരിക്കും. ഇനി അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 2/5. ഈ 2/5 എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഈ 2/5 അതായത് നമ്മളോട് തന്നിരിക്കുന്നത് ഈ 3/5 750 ആയാൽ 2/5 എത്രയെന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിങ്ങനെ ചെയ്യുന്നതിലും എളുപ്പം 3/5 750 ആയാൽ 1 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് 5/5 എത്രയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇത് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഉള്ളത് മുകളിൽ എഴുതുക. സോ 1 × 750 ഡിവൈഡഡ് ബൈ 3/5 എന്ന് വരും. 3/5 ആണെങ്കിൽ എന്താണ്? അതായത് ഭിന്നസംഖ്യകളെ നമ്മൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 750 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണം? 3/5 എന്നുള്ളത് 5/3 ആക്കണം. സോ 5/3 എന്ന് വരും. 3 × 75 എത്ര വട്ടാണ്? 75-ൽ 3 എന്ന് പറയുന്നത് 25 × 3 ആണ് 75. സോ 250 × 5 എന്ന് പറയുന്നത് 1250 ആണ്. ഓക്കെ, ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്താ സെയിം ആൻസർ തന്നെ കിട്ടും. പക്ഷേ എന്താണ്, നമുക്ക് ഒന്ന് കൺഫ്യൂഷനായി പോകും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ആണോ? ഈ 1250 കാണുമ്പോഴേ നേരെ പോയി ചാടിപ്പോയി മാർക്ക് ചെയ്യരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ, അതായത് ഇത് ബാക്കിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി ആ ടാങ്കിൽ 1250 ലിറ്റർ വെള്ളം കൊള്ളും. ഓൾറെഡി അതിൽ 750 ഉണ്ട്. ഇനി നിറയാനായിട്ട് എത്ര വേണം? അതങ്ങ് കുറച്ച് നോക്കിയാൽ പോരെ. സോ 500 ലിറ്റർ ആണ്. സോ ഇവിടെ എത്ര വരും? ഓപ്ഷൻ ബി 500 ലിറ്റർ. ഇതാണ് നമ്മളോട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 500 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ, രണ്ടും ഭിന്നസംഖ്യയാണ്. നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് അവിടെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 200 അടി ദൈർഘ്യമുള്ള കമ്പിയിൽ നിന്നും 6.1/4 അടി ദൈർഘ്യമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാമെന്ന്. അതായത് കമ്പിയുടെ മൊത്തം ലെങ്ത്ത് തന്നിരിക്കുന്നത് 200 ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു 20 അല്ലെങ്കിൽ പോട്ടെ ഒരു 10 സെൻറ്റിമീറ്ററാണ് കമ്പിയുടെ നീളമെങ്കിൽ 5 സെൻറ്റിമീറ്ററിൽ എത്ര എണ്ണം മുറിച്ചെടുക്കാൻ പറ്റും? നമുക്ക് 2 എണ്ണം മുറിച്ചെടുക്കാം. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ടോട്ടൽ നീളത്തെ എത്ര അടിയാണോ വേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴാണ് നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടുന്നത്. അതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 200 അടിയാണ് ഇവിടുത്തെ ലെങ്ത്ത്. അങ്ങനത്തെ നമുക്ക് ഇങ്ങനെ 6.1/4 അടി വീതമുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം. സോ നമുക്ക് ഇതെന്താ തന്നിരിക്കുന്നത്? ഈ തന്നിരിക്കുന്നത് ഒരു മിശ്രഭിന്നമാണ് അല്ലേ. 6.1/4 എന്നുള്ളത് ഒരു മിശ്രഭിന്നമാണ്. എങ്ങനെയാണ് ഒരു മിശ്രഭിന്നത്തിനെ വിഷമഭിന്നമാക്കുന്നത്? ഇത് തമ്മിൽ അങ്ങ് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 6 × 4 ഇതങ്ങ് പ്ലസ് ചെയ്യണം. +1 ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ, അതായത് എന്താണോ ഛേദം അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. സോ 6 × 4 24 വരും. 24 + 1 എന്ന് പറയുന്നത് 25/4. അതായത് 200 അടി നീളമുള്ള കമ്പിയിൽ നിന്ന് 25/4 വീതമുള്ള കമ്പികളാക്കിയാണ് നമ്മൾ മുറിക്കേണ്ടത്. അതായത് 200 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമുക്ക് 4 25/4 ചെയ്യണം. ഇവിടെയും എന്താണ്, ഹരിക്കാൻ തന്നിരിക്കുന്നത് ഒരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. സോ 200 × 4/25 എന്നാക്കുക. 25ഉം ഇതും തമ്മിൽ കട്ടായി പോകും. 25 200-ൽ 4 വട്ടമാണ്. അപ്പോൾ 200-ലാകുമ്പോൾ 8 വട്ടം വരും. സോ 8 × 4 ആൻസർ വരുന്നത് 32 ആണ്. സോ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ടാപ്പ് തുറന്നപ്പോൾ ഒരു തൊട്ടിയുടെ 4/9 ഭാഗം 1 മിനിറ്റ് കൊണ്ട്
നിറഞ്ഞു. ബാക്കി നിറയുവാനായിട്ട് എത്ര മിനിറ്റ് കൂടി വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്കി നിറയാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ ഞാൻ ആ സ്കിപ്പ് ചെയ്ത മെത്തേഡ് വഴി കാണിച്ചു തരാം. 4/9 ഭാഗം നിറയാനായിട്ട് നമുക്ക് 1 മിനിറ്റ് എന്നുള്ളത് നമുക്ക് സെക്കൻഡാക്കി എഴുതാം. അതായത് എത്ര വരും? 60 സെക്കൻഡ് വേണ്ടി വരും. 4/5 അല്ല, 4/9. എങ്കിൽ ബാക്കി എത്രയാണ്? 4/9 9 ഭാഗം നിറഞ്ഞു. ബാക്കി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി, അതായത് ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. അതായത് 9/9 ആയിരിക്കും. -4/9 എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നത് 5/9 ആണ്. ഈ 5/9 ഭാഗം നിറയാൻ എത്ര സമയം വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നാക്കി കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഒരു ഫുള്ള് നിറയാനായിട്ട് എത്രയാണെന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ക്രോസ് ചെയ്യുമ്പോഴേക്കും 2 ഉള്ളത് മേളിൽ എഴുതണം. സോ ഇവിടെ എങ്ങനെ വരും? 5/9 × 60 ഡിവൈഡഡ് ബൈ 1 ഉള്ളത് താഴെ എഴുതണം. സോ ഇവിടെ ഇങ്ങനെ വരും 4/9. ഓക്കെ, അതായത് 5/9 × 60. ഇവിടെ എന്താണ് ഹരിക്കാൻ തന്നിരിക്കുന്നത്? ഒരു ഭിന്നസംഖ്യയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തിരിച്ചിട്ട് ഗുണിക്കണം. അതായത് അവിടെ എങ്ങനെ വരും? ×9/4 എന്നാകും. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ഈ 9ഉം 9ഉം കൂടി കട്ടായി പോകും. 4ഉം 60ഉം കൂടി കട്ടാകുമ്പോൾ 15 വരും. 15 × 5 എന്ന് പറയുന്നത് 75 ആണ്. 75 സെക്കൻഡ് വേണ്ടി വരും. 75 സെക്കൻഡ്. നമുക്കതിവിടെ ആൻസറായിട്ട് തന്നിട്ടുണ്ടോ? 75 സെക്കൻഡ് എന്നുള്ളതില്ല. ഇവിടെ തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. സോ ഇവിടെ നമുക്ക് എന്താക്കി മാറ്റാം? 75 മിനിറ്റ് ആക്കാനായിട്ട് /60 കൊണ്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 60 എന്ന് പറയുന്നത് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ കിട്ടുന്നത് 5ഉം അതേപോലെ ഇവിടെ 5ഉം 5/15 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നത് 4 ആണ്. 15 × 4 ആണ് 60 എന്ന് പറയുന്നത്. 15 × 5 ആണ് 75 എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഓപ്ഷൻ ബി 5/4 മിനിറ്റ് ആണ് നമുക്ക് ഇത് കംപ്ലീറ്റ് നിറയാനായിട്ട് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 2/3 ഭാഗത്തോട് 0.40 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുന്നു. എന്നാൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഖ്യയുടെ 2/3 ഭാഗത്തോട് 0.40 കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ ലഭിക്കുന്നു. നമുക്ക് സംഖ്യ ഇവിടെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. സംഖ്യയുടെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻറ്റു ആണെന്നുള്ളത് ആദ്യം ഓർത്ത് വയ്ക്കുക. ഒരു സംഖ്യയുടെ 2 മടങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2x എന്ന് എഴുതാം. ഒരു സംഖ്യയുടെ 10 മടങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് 10x എന്ന് എഴുതാം. അതേപോലെ ഒരു സംഖ്യയുടെ അരഭാഗം അല്ലെങ്കിൽ 1/2 ഭാഗം എന്ന് പറഞ്ഞാൽ x × 1/2 ആണ്. അതേപോലെ സംഖ്യയുടെ 2/3 ഭാഗത്തോട് എത്രയെ കൂട്ടുന്നത്? 0.40 കൂട്ടുമ്പോൾ നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടുത്തെ ഈ 0.40 അവിടെ തന്നെ നിർത്താം. എക്സ് ഇവിടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? x × 2 എന്ന് പറയുന്നത് 2x ആണ്. ഡിവൈഡഡ് ബൈ 3 വരും. 0.40 = ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3x - 2x ഡിവൈഡ് ബൈ 3 എന്ന് വരും. സോ ഇനി എന്താ? നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ മതി. നമുക്ക് ഈ 3 ഇവിടെ ആവശ്യമില്ല. സോ നമുക്ക് 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 0.40 × 3 = 3x ന്ന് 2x കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് x ആണ്. 40 × 3 എത്രയാണ്? 120 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിലും എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. സോ 1.20 എന്ന് വരും എക്സിൻ്റെ വാല്യൂ. സോ ഓപ്ഷൻ ഡി 1.20 ആണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെയുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? നോക്കിക്കേ, എന്താണ് തന്നിരിക്കുന്നത്? ഒരു പിക്ചറിൽ 1/4 അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെയും എന്താണ്? 1/4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും 1/4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ പിക്ചർ എന്താണ്? 3/4 ആണ്. ഓക്കെ, അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3/4 × 3 അല്ല. കാര്യം ഇതെന്താണ്? 1/4 + 1/4 + 1/4. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. നമ്മൾ 3 ഇപ്പം നമ്മൾ 2 + 2 + 2 എന്ന് എഴുതുന്നതും 3 × 2 എന്ന് എഴുതുന്നതും എന്താണ്? സെയിം ആണ്. അതേപോലെ 1/4 + 1/4 + 1/4 എന്നുള്ളത് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ ഇതെന്താണ് ആൻസർ? 3 × 1/4 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3 × 1/4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/2 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യയാണ്. 1/2 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഡയറക്റ്റ് തമ്മിൽ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും?
അംശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 1 കൂട്ടുമ്പോൾ 2 കിട്ടും, 2 3 കൂട്ടുമ്പോൾ 5 കിട്ടും. ഈ 2/5 എന്ന് പറയുന്ന നമ്പർ അവിടെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കും, ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും, അതായത് അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നതും ഛേദങ്ങൾ തമ്മിൽ കൂട്ടുന്നതും. എങ്കിൽ ചോദിക്കട്ടെ, 2/3 അതേപോലെ 3/4 ഇടയിലുള്ളൊരു സംഖ്യ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഓപ്ഷൻ തരുവാണ്. 1/2 തന്നു, 2/5 തന്നു, 3/2 തന്നു, 5/7 തന്നു. ഏതായിരിക്കും ആൻസർ? ഇവിടെ തമ്മിൽ കൂട്ടുക, 2 3 കൂട്ടുമ്പോൾ 5 വരും. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 3 കൂട്ടുമ്പോൾ 7. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 5/7 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലുതേത്? ഏറ്റവും വലിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന എങ്ങനെയാണ്? ഇതെല്ലാം കൂടി അങ്ങ് ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യും? 7/11, 13/17 എടുക്കും. ഇത് തമ്മിൽ ഗുണിച്ച് ഇവിടെ എഴുതും, ഇത് തമ്മിൽ ഗുണിച്ച് ഇവിടെ എഴുതും. അതിൻ്റെ അകത്ത് ഏതാണോ വലുത് അതിനെടുക്കും. പിന്നെ അങ്ങനെ കൺവേർട്ട് ചെയ്യും. ഇനി ഇവിടെ നോക്കിക്കേ, ഏറ്റവും വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മളെന്താ പ്രത്യേകത ഉണ്ടാകും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 11 നിന്ന് 7 കുറച്ച് കഴിഞ്ഞ് ഇവിടെ 4 ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? ഇവിടെയും 4 ഇവിടെയും ഡിഫറൻസ് 4 ഇവിടെയും എന്താണ്? 3 7 - 3 എന്ന് പറഞ്ഞ് ഇവിടെ 4 അതായത് മൈനസാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 11 - 7 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് തമ്മിലുള്ള അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് ഇവിടെ എല്ലാം, അല്ലേ? എല്ലാ സംഖ്യകളുടെയും വ്യത്യാസം തുല്യമാണ് എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വലിയ ഭിന്നമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏതിനാണോ ഛേദം വലുതായി വരുന്നത്? ഇതിൻ്റെ അകത്ത് ഛേദം 11 7 17 25 ഇതിലേതാണോ വലുതാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ഛേദമുള്ള സംഖ്യ ഏതാണോ അതായിരിക്കും വലുത്. അതായത് ഇവിടുത്തെ ഛേദം ഏറ്റവും വലുത് വരുന്നത് 21/25 അല്ലേ? ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ അവിടെ 25 ആയിരിക്കും. ഇനി ഇത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഛേദം ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ്? ഇവിടെ 3/7. സോ ഇതല്ലേ 7 ചെറുത് വരുന്നത്. സോ ഇതായിരിക്കും ചെറുത് ചോദിച്ചാലുള്ള ആൻസർ. അതായത് നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ആൻസർ വേണമെങ്കിൽ കാണിച്ചു തരാം. 7/11 എന്ന് പറഞ്ഞാൽ 0.63 വരും. അതേപോലെ 13/17 എന്ന് പറഞ്ഞാൽ 0.76 വരും. പിന്നെന്താണ് 21/25 എന്ന് പറഞ്ഞാൽ 0.84 വരും. അതേപോലെ 3/7 എന്ന് പറഞ്ഞാൽ 0.42 വരും. കണ്ടോ, ഇതാണ് വലുത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് 7നെ 11 കൊണ്ട് അവിടെ ഇരുന്നങ്ങ് കുത്തിപ്പിടിച്ചിരുന്ന് ഡിവൈഡ് ചെയ്ത് നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എല്ലാം ഇതായിരിക്കും. നമുക്ക് എന്താ ട്രിക്ക് ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ. നമ്മളത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് എങ്കിൽ വലുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏതിൻ്റെ ഛേദമാണോ ഏറ്റവും വലുത് അതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ചെറുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏതിൻ്റെ ഛേദമാണോ ഏറ്റവും ചെറുതായി വരുന്നത് അതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടേക്കടുത്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാ? ഈ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. 36 41 ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 5 77 82 ഇവിടുത്തെ ഡിഫറൻസും 5 7/8 ഇവിടുത്തെ ഡിഫറൻസ് 1 ഇവിടുത്തെ ഡിഫറൻസ് 1. ഇപ്പോൾ ഇവിടെ എന്താണ്? വ്യത്യാസമാണ് അല്ലേ തന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഇത് സെയിം ആയിട്ടല്ല തന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. ഒരു ഇച്ചിരി ട്രിക്കി മെത്തേഡാണ്, പക്ഷേ അതൊന്ന് ഒരു 2-3 തവണ നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. 36/41 ഈ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത് നമുക്ക് 5 5 1 1 കിട്ടി. ഇതിൻ്റെ LCM അങ്ങ് കണ്ടുപിടിച്ച് വയ്ക്കുക. LCM എത്ര വരും അല്ലേ? LCM എന്ന് പറയുന്നത് 5. അതായത് ആദ്യം ചെയ്യേണ്ടത് അംശത്തിൻ്റെയും ഛേദത്തിൻ്റെയും വ്യത്യാസം കണ്ടുപിടിച്ച് വയ്ക്കുക. ആ വ്യത്യാസങ്ങളുടെ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഈ വ്യത്യാസങ്ങൾ ചെറുതാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ചെയ്ത് ട്രൈ ചെയ്യാവുള്ളൂ കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. ഇവിടെ നോക്കിക്കേ, അപ്പോൾ വ്യത്യാസം LCM 5 കിട്ടി. ഈ LCMനെ ഇത് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കുക. അതായത് LCM ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഇവിടുത്തെ എന്ത് വരും? ഇവിടുത്തെ LCM 5 5/5 എന്ന് പറഞ്ഞാൽ ആൻസർ ഇവിടെ 1 വരും. ഇവിടെയും എന്താണ്? 5/5 ആൻസർ 1 വരും. ഇവിടെ എന്ത് വരും? LCMനെ കൊണ്ട് ഈ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക. 5/1 എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻസർ 5 വരും. ഇവിടെ എന്താണ്? 5/1 എന്ന് പറയുന്ന ആൻസർ ഇവിടെ 5 വരും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി ചെയ്യേണ്ട കാര്യം ഈ നമ്പറും ഇതും തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. സോ ഇവിടെ ആൻസർ എത്ര വരും? 36 × 1 36 വരും.
ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 77 ഇൻറ്റു 1 77. ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 5 35 ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 18 ഇൻറ്റു 5 എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഓക്കെ, ഇതിലേതാണോ വലുതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഏറ്റവും വലുത് 90 അല്ലേ. സോ ആൻസർ വരുന്നത് 18/19 90 ആയിരിക്കും ആൻസർ വരുന്നത്. ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുള്ളൂ. ഈ 7/36/41 എന്ന് പറയുന്നത് 0.87 വരും. ഈ 7/8 എന്ന് പറയുന്നത് 0.87 ആണ്. അതേപോലെ 77/82 എന്ന് പറയുന്നത് 0.93 ആണ്. ഇതിൻ്റെ വാല്യൂ വരുന്നത് 0.94 ആണ്. ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 11/12, 31/33, 21/23, 27/29. ഇതിൽ ഏറ്റവും വലുതും ചെറുതും ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതണം. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അവരോഹണമാണെങ്കിൽ എന്തായിരിക്കും? വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ഈ ഒരു ഓർഡർ അവരോഹണം എന്നെഴുതുമ്പോൾ വായല്ലേ ആദ്യമേ, അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ആരോഹണമാകുമ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്താ ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഇതാണ് ആ ഓർഡർ എന്ന് പറയുന്നത്. ഈ 4 ഭിന്നസംഖ്യകളെ നമുക്ക് ക്രമീകരിക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കേ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 21/23 അല്ലേ, 1/12. അതേപോലെ തന്നിരിക്കുന്നത് 31/33, 21/23, 27/29. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന വ്യത്യാസങ്ങളുടെ എല്ലാത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. LCM എത്ര വരും? LCM എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ LCMനെ ഈ ഓരോ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ LCMനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് മാത്രം ഓർത്താൽ മതി. ഇവിടുത്തെ ആൻസർ എത്ര വരും? 1 വരും. ഇവിടുത്തെ ആൻസർ 2 വരും. ഇവിടുത്തെ ആൻസർ 1 ആണ്. ഇവിടുത്തെ ആൻസർ 1 ആണ്. ഇവിടുത്തെ ആൻസർ 1 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 2 22 ആണ്. ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 31 × 1 31. ഇവിടെ എന്താണ്? 21 × 1 ആണ്. സോ ഇവിടെ 21 വരും. ഇവിടെ 27 വരും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇതിനെ അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഓർഡറിൽ എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ 21 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 21/23. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇതാണ്. അടുത്ത നമ്പർ ഏതാണ്? ഇതല്ലേ, 22 അല്ലേ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 11/12 ആണ്. ഇനി അടുത്തത് ഏതാണ് വരുന്നത്? 27. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 27/29. ലാസ്റ്റ് വരുന്നത് 31/33. ഇതായിരിക്കും ഓർഡർ. ഇതാണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുന്ന ഓർഡർ. അപ്പോൾ ആൻസർ ഏതായിരിക്കും നോക്കാം. 21/23, 11/12, 27/29, 31/33. ഇതായിരിക്കും ആൻസർ. നമ്മളല്ലെങ്കിൽ ഇത് എക്സാം ഹോളിൽ ഇരുന്ന് ഒത്തിരി സമയം പോകേണ്ട പ്രോബ്ലം ആയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം? അംശത്തിൻ്റെ ജയത്തിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് വയ്ക്കുക. അതിൻ്റെ LCM കണ്ടുപിടിക്കുക. ആ LCMനെ ഓരോ ഡിഫറൻസ് കൊണ്ടും ഡിവൈഡ് ചെയ്യുക. ഓരോന്നിൻ്റെയും അംശം കൊണ്ടങ്ങ് ഗുണിക്കുക. 2-3 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ അതൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/8, 1/16, 1/32. എന്താണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. 20 ക്വസ്റ്റ്യൻ ഇട്ട് വന്നപ്പോഴേക്കും ഒത്തിരി സമയം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പപ്പാതിയാക്കിയത്, 10 ക്വസ്റ്റ്യൻ വീതാക്കിയത്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്കറിയാം 8, 16, 32. 8, 16, 32. ഇവിടെ LCM എത്ര വരും? 32 ആയിരിക്കും അല്ലേ. ഇങ്ങനത്തെ സംഖ്യകൾ വരുമ്പോഴേക്കും ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. 16 × 2 ആണ് 32. 8 × 4 ആണ് 32. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 8, 16, 32. LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ചെയ്യാം. 4, 8, 16 എന്ന് വരും. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ചെയ്യുക. 2, 4, 8 എന്ന് വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1, 2, 4 വരും. 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1, 1, 2 എന്ന് വരും. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. സോ നമ്മളോട് ഡിനോമിനേറ്റർ എന്താക്കണം? സെയിം ആക്കണം.
ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇവിടെ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 32 കിട്ടുന്നത്? 4 കൊണ്ടല്ലേ. മേളിലും താഴെയും 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയി 32ആയി. മേളിൽ എന്ത് വരും? 4 വരും. പ്ലസ് 16നെ 32 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കുക. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? മേളിൽ 2 വരും പ്ലസ് 1. സോ 4 + 2 6, 6 + 1 എന്ന് പറയുന്നത് 7. 7/32 വരും ആൻസർ. സോ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യകൾ എന്നുള്ളതിൽ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് SCRT ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കൂടുതൽ ഡീപ്പായിട്ട് ഭിന്നസംഖ്യകളൊന്നും പറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് 10 ക്വസ്റ്റ്യൻസ് എടുത്തത്. ബാക്കി 10 ഞാനിനി നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ബാക്കി 10 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായ ദശാംശ സംഖ്യകൾ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് പറയുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, എപ്പോഴും നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് പിൻഡ് കമൻറ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാനതോടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്